നമസ്കാരം, എല്ലാവർക്കും ഏറ്റവും റെഡി സോഴ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന വൈറ്റമിൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, പ്രധാനമായും രണ്ട് തരത്തിലുള്ള വൈറ്റമിനുകളാണ് ഉള്ളത്. ഒന്ന് വാട്ടർ സൊല്യൂബിൾ അഥവാ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളും, പിന്നൊന്ന് ഫാറ്റ് സൊല്യൂബിൾ അഥവാ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളും. ഇതിൽ വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും. അതുപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ എ, ഡി, ഇ, കെ തുടങ്ങിയവ. നമ്മളിതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളായ ബി എ സിയെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റമിൻ ബിയെ കുറിച്ച് പഠിക്കാം. അപ്പോൾ വൈറ്റമിൻ ബി ധാന്യങ്ങളുടെ തവിട്, മുട്ട, പാൽ, ചേമ്പില തുടങ്ങിയവയിലാണ് വൈറ്റമിൻ ബി ധാരാളമായി കാണപ്പെടാറുള്ളത്. ഇനി വൈറ്റമിൻ ബി നമ്മൾ കഴിക്കുന്നത് വഴി അല്ലെങ്കിൽ വൈറ്റമിൻ ബി നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് ഉപകരണം ചെയ്യുന്നത് വെച്ചാൽ, എന്താണ് പ്രയോജനപ്പെടുത്തുന്നത് വെച്ചാൽ, ധാന്യങ്ങൾ, പ്രോട്ടീൻ എന്നിവ നമ്മുടെ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുക, അതുപോലെ തന്നെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിന്റെ ആരോഗ്യം ഇവയെല്ലാം സംരക്ഷിക്കുന്ന വൈറ്റമിൻ ബി ആണ്. ഇനി അടുത്ത വൈറ്റമിൻ സി. പഴങ്ങൾ, നെല്ലിക്ക, മുരിങ്ങയില, പപ്പായ തുടങ്ങിയവയിലാണ് വൈറ്റമിൻ സി ധാരാളമായി കാണപ്പെടാറുള്ളത്. നമ്മുടെ ത്വക്ക്, അതായത് തൊലി, പല്ല്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതാണ് വൈറ്റമിൻ സിയുടെ പ്രധാനമായ ധർമ്മം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളെ കുറിച്ചാണ്. അതായത് വൈറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവയെ കുറിച്ച്. ഇതിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈറ്റമിൻ എയെ കുറിച്ചാണ്. ക്യാരറ്റ്, ചീര, പാൽ ഉൽപ്പന്നങ്ങൾ, പയറില, കരൾ, ചേമ്പില, മുരിങ്ങയില തുടങ്ങിയവയിലാണ് വൈറ്റമിൻ എ പ്രധാനമായും കാണപ്പെടാറുള്ളത്. അതായത് കൂടുതലായും ചീര ആഹാരങ്ങളിലെ ഇലയാഹാരങ്ങളിലാണ് കാണപ്പെടാറുള്ളത്. ഇത് നമ്മുടെ കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് പ്രധാനമായിട്ട് പങ്കുവഹിക്കാറുള്ളത്. ഇനി അടുത്തതായി വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡിയുടെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? എന്താണ്? സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ഇതിന് പുറമേനായിട്ട് നമുക്ക് പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്നും ഒരു പരിധി വരെ വൈറ്റമിൻ ഡി ലഭിക്കാറുണ്ട്. വൈറ്റമിൻ ഡിയുടെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം സംരക്ഷിക്കുക, അതുപോലെ തന്നെ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെയൊക്കെ ആഗിരണത്തിന് സഹായിക്കുക എന്നതാണ് വൈറ്റമിൻ ഡിയുടെ ധർമ്മം എന്നത്. ഇനി അടുത്തതായി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നമുക്ക് ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നുമായിട്ടാണ് ലഭിക്കാറുള്ളത് പ്രധാനമായും. ഇനി അടുത്തതായി വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ നമുക്ക് പ്രധാനമായും ലഭിക്കാറുള്ളത് വിവിധ തരം സസ്യ എണ്ണകളിൽ നിന്നാണ്. അതായത് നമ്മുടെ തേങ്ങ ആട്ടിയെടുക്കുന്ന നമ്മുടെ എണ്ണയില്ല, ആ എണ്ണ, സൂര്യകാന്തി ഓയിൽ അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ ഇ ലഭിക്കാറുള്ളത്. ഇവയുടെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാടികളുടെ ചുവന്ന രക്താണുക്കളുടെയൊക്കെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനാണ് വൈറ്റമിൻ ഇ ധർമ്മം വഹിക്കുന്നത്. ഇനി അടുത്തതായി വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ക്യാബേജ്, ചീര, കോളിഫ്ലവർ തുടങ്ങിയവയിലൊക്കെയാണ് വൈറ്റമിൻ കെ കാണപ്പെടാറുള്ളത്. പിന്നെ വൈറ്റമിൻ കെയുടെ പ്രധാന ധർമ്മം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നു, മുമ്പ് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു, മുറിവുണ്ടാകുമ്പോൾ കട്ട പിടിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ലേ? അങ്ങനെ കട്ട പിടിക്കാൻ സഹായിക്കുന്നതിന് ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന വൈറ്റമിനാണ് നമ്മുടെ വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് വിവിധതരം വൈറ്റമിനുകളെ കുറിച്ചാണ്. അതിൽ വെള്ളത്തിൽ ലയിക്കുന്നവയും ഫാറ്റ് സൊല്യൂബിൾ ആയിട്ടുള്ളവയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്.